ഇപ്പ അടുത്ത ആഴ്ചയല്ലേ കാക്കാന്റെ കേസിന്റെ വിധി വരുന്നത്. ഡിവോഴ്സ് ആവുന്ന ഉറപ്പാ. ഇനി അവർക്ക് ചെലവിനുള്ളതും കൂടി പെണ്ണെ കൊടുക്കേണ്ടിയില്ലേ? ആ എന്തേലൊക്കെ ചെയ്യാൻ മോളെ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ആ പക്ഷേ എന്നെ മനസ്സിലായോ? ആരാ മനസ്സിലായില്ലല്ലോ. എന്റെ പേര് വൈശാഖൻ. ഇവിടെ കാറൽമണ്ണെന്നെ വീട്. മാഷെന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ വൈശാഖൻ. ആ. വൈശാഖൻ വരൂ, ഇരിക്കൂ. താനിപ്പോ നാട്ടിലില്ലേ? ഇല്ല, ITI കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയി. ഒരു 15 വർഷം അവിടെ ആയിരുന്നു. ഇവിടെ നാട്ടിൽ വന്നിട്ട് 2-3 മാസമായിട്ടുള്ളൂ. മാഷേ, ഇതാരാ? അത് എന്റെ മോനാണ്. ആളെന്തോ തിരക്കിലാ തോന്നുന്നല്ലേ? മാഷേ, ഞാൻ വന്നത് മോളുടെ കല്യാണമാണ്. ഇതാ കത്ത്. ശരി, സന്തോഷം. മോള് എന്താ ചെയ്യണ? മോള് മെഡിസിൻ പഠിക്കുക. ചെക്കൻ്റെ വീട് ഒറ്റപ്പാലത്താ. അവനും ഡോക്ടറാണ്. ഓ, ഇവിടെ ഇപ്പോ മാഷും 2 മക്കളാ. ഇപ്പൊ പോയോനാ മൂത്തത്. ചെറുത് മോളാ. ഓൾ ടീച്ചറാ. അതെയോ? ഒരു 6 മാസമായിട്ടേ ഉള്ളൂ അവൾക്ക് ജോലി കിട്ടിയിട്ട്. മോന് അവപ്പോ ഒന്നും ആയിട്ടില്ല. മാഷേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. കുറച്ച് കൂടി ക്ഷണിക്കാനുണ്ട്. അപ്പൊ മാഷ എന്തായാലും ഓ, കല്യാണത്തിന് വരണം. ഞാൻ എന്തായാലും വരാം. ശരി, കണ്ടതിൽ സന്തോഷം. ശരി. ശരി മാഷേ. ആ. മാഷ് ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇത്രയും വലിയൊരു തുക 2 അനാഥ കുട്ടികൾക്ക് വേണ്ടി ചെലവഴിക്കാന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു പുണ്യമുണ്ടോ? പക്ഷെ ഇതിപ്പോ മാഷിന്റെ മകനറിഞ്ഞ അവൻ പ്രശ്നം ഉണ്ടാക്കില്ല എന്ന് എന്റെ സംശയം. എന്തൊക്കെ ആണെങ്കിലും ഇനിയിപ്പോ അവരെ ആശ്രയിച്ച് ജീവിക്കല്ലേ നിവൃത്തിയുള്ളൂ. എന്താ ആശ്രയം? ബാലനറിയൂ, ഞാൻ എൻ്റെ മകന് വേണ്ടി എത്രയാ പണം ചെലവാക്കിയത്. ടൗണിലൊരു ഷോപ്പ് ഇട്ട് കൊടുത്തു. ഓൻ്റെ കൂട്ടുകെട്ടുകാരൻ അതും പൂട്ടി. ഗൾഫിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് അവിടെ പോയിട്ടെങ്കിലും നേരെയൊന്നും വിചാരിച്ചിട്ടാ അങ്ങോട്ട് വിട്ടത്. 2-3 ലക്ഷം റുപ്യ അങ്ങനെയും പോയി. കല്യാണം കഴിഞ്ഞാലെങ്കിലും നേരെയൊന്നും വിചാരിച്ചിട്ടാ ഒരു പെണ്ണെട്ടിച്ചു കൊടുത്തു. അതും ഉണ്ടായില്ല. ഇപ്പോൾ ആ കുടുംബത്തിനോടും കൂടി മറുപടി പറയേണ്ട സ്ഥിതിയായി. മാഷ് അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മോഹിക്കരുതെന്നല്ലേ മാഷേ? ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ഓരോരുത്തരും നല്ല നിലയിൽ ജീവിക്കണ കാണുമ്പോൾ ബാല, എൻ്റെ കുട്ടികൾ മാത്രം എങ്ങനെ? മാഷേ, അല്ലെങ്ങ എൻ്റെ വാപ്പാക്കത് എന്തിൻ്റെ പ്രാന്ത? ഇങ്ങനെയുള്ള കുട്ടികളെ നോക്കാനല്ലേ ഇവിടെ എത്തിങ്ങാനാ. വെറുതെ 10 ലക്ഷം കൊണ്ട് കളയാച്ചാലോ. അതിപ്പോ ഈ പ്രായാലേ ഓരോരുത്തരുടെ അസുഖമാണ്. സാമൂഹ്യ സേവനം അല്ല, എൻ്റെ വാപ്പാനെ പറഞ്ഞിട്ടും കാര്യമില്ല. അനക്ക് വേണ്ടി എത്ര പൈസ മൂപ്പര് ചെലവാക്കിക്കണേ. ഇപ്പം എന്തെയ്യൊന്നും ഉണ്ടാത്തു. ഞാൻ മാത്രം ഇജ്ജിൻ്റെ പൈസ കടം വാങ്ങിയിട്ടില്ലേ? അതൊക്കെ വാപ്പാന്റെ പൈസ തന്നെ അല്ലേ? ഇപ്പമാര് സമ്പാദിച്ചൊക്കെ മക്കൾക്ക് അനുഭവിക്കാനുള്ള തന്നെയാണ് എന്ന് വെച്ചിട്ട് ഇപ്പോ അതിനൊക്കെ കണക്ക് പറയാൻ നിൽക്കുക. ആര്? എൻ്റെ വാപ്പ എന്നോട് കണക്ക് ചോദിച്ചു. ആ തെക്കേടുത്ത് ബാലട്ടല്ലേ അയാളുടെ രാവിലെ ഉപദേശിക്കാൻ വരുന്നുണ്ട്. എൻ്റെ വാപ്പ പറഞ്ഞിട്ടുണ്ടാവും. വാപ്പാനോടേ ഞാനേ ഇന്നൊന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഈ അവിടെ പോയിട്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പാ, നിങ്ങള് ബാലേട്ടനോട് എന്തെങ്കിലും പറഞ്ഞോ എന്നെ പറ്റിയിട്ട്? എന്താ ഫൈസലെ പൻ്റെ പ്രശ്നം? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടപ്പോ എന്നെ നന്നാക്കാനേ നിങ്ങൾ ആരും വിചാരിച്ചാലും നടക്കില്ല. അതിപ്പോ ഫൈസലയ്ക്ക് അന്നേ അറിയണതല്ല. ഞാൻ വാപ്പനൊന്നും നോക്കില്ല, ഉള്ള കാര്യം മുഖത്തോക്കി പറയും. ഇക്ക, ഇതിന്റെ ഒരു കുറവും കൂടി ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, ഇതിൽ ഇത്ര അതിശയൊന്നുമില്ല. എല്ലാം ഇങ്ങനെ തന്നെ അവസാനിക്കണം. ഇക്ക ഇപ്പൊ ചെയ്തത് ഒട്ടും ശരിയായില്ല. പഠിച്ചോ മോളുന്ന് ഇതെല്ലാം കാണുന്നുണ്ടെന്നുള്ളൊരു വിചാരം വേണം. അവസാനം
ഈയാണോ എന്നെ ഉപദേശിക്കാൻ വരുന്നത്? ഉപദേശല്ലക്ക, ഇക്ക വാപ്പാനോട് മിണ്ടിയിട്ട് എത്ര കാലായി? ഇക്കാക്ക് വേണ്ടി ചെലവാക്കേണ്ട ഒരംശം പോലും ഇപ്പാക്ക് വേണ്ടി ചെലവാക്കിയിട്ടില്ല. ഇപ്പമാരനെയാണ് മക്കൾക്ക് വേണ്ടി പൈസ ചെലവാക്കുക. മോളെ നീ പോയി നിനക്കെന്തെങ്കിലും ചെയ്യാനുള്ളത് നോക്ക്. മോനോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ വയ്യ. മോളെ ആരെങ്കിലും കേട്ടാ അത് മോശല്ലേ? ഇനി ആരാ അറിയാനുള്ളത് ഖാദർ മാഷിന്റെ മകന്റെ മഹത്വം? ഇതിപ്പോ ഇവിടുത്തെ പ്രശ്നം മാത്രമായിരുന്നു. മഹറിന്റെ കാശ് വരെ ഇപ്പൊ കൊടുത്തിട്ടല്ലേ കന്റെ കല്യാണം നടത്തിയത്. എന്നിട്ടിപ്പ എന്തായി? ഇപ്പൊ ആ താത്താന്റെ കണ്ണീരും കൂടി കാണേണ്ടി വന്നില്ലേ? ഇതൊന്നും പൊറുക്കൂലിട്ടേക്ക. നിങ്ങൾ എന്താ ചെയ്തോണ്ടിരിക്കുന്നതെന്ന് ഓർത്തോളി. ഒറ്റ ആള് കാരണമാണ് ഇപ്പാക്ക് നാട്ടുകൂടെ അത് നടക്കാൻ പറ്റാണ്ടായത്. ഇക്കനി ഇവിടെ നിക്കണമെന്നില്ല, എങ്ങട്ടച്ച പൊക്കോളി, പറ ഞാൻ നോക്കിക്കോളാം. മോളെ ഷഹന. ഇല്ല വാപ്പ, ഇതിങ്ങനെ കണ്ടു നിൽക്കാൻ സങ്കടമുണ്ട്. ഈ ഒരു ഒറ്റ മകനെ കുറിച്ച് ആലോചിച്ചാണ് ഉമ്മച്ചി മരിച്ചത്. ഈ വയസ്സാം കാലത്ത് ഇപ്പെങ്കിലും മനസമാധാനമായിട്ട് ജീവിക്കണത് എനിക്കൊന്ന് കാണണം. അഞ്ഞിപ്പോ ഞാനവിടെ പ്രശ്നക്കാരൻ? ഞാൻ ഇവിടുന്ന് പോയ പ്രശ്നങ്ങൾ തീരുമോ? എടാ ഇനിയിപ്പോൾ അത് ആലോചിച്ചിട്ട് എന്താ? നിന്റെ കൂടി ആവശ്യമായിരുന്നല്ലോ ഡിവോഴ്സ് വേണമെന്നുള്ളത്. എന്നാലും എന്തോ ഒരു ഇനിയിപ്പോൾ പഴയ പോലെ നടന്നിട്ട് കാര്യമൊന്നുമില്ല. ഈ വല്ല ജോലിക്ക് ശ്രമിക്കും. എന്തായാലും ഇപ്പോൾ മാസം 10,000 രൂപ അവർക്ക് ചെലവിന് കൊടുക്കണം. അല്ല അതിപ്പോൾ വാപ്പാനെ കൊണ്ട് കൊടുപ്പിക്കാന്ന് വിചാരിച്ചിട്ടാ? ഇപ്പാ പറയാതപ്പ എവിടേക്കാ പോയത്? മക്കളെ ബാപ്പൊരു യാത്രയ്ക്ക് പോവാൻ. ആരും എന്നെ അന്വേഷിച്ച് വിഷമിക്കണ്ട, തിരിച്ചു വരും. ഇക്കാ ഇപ്പൊ പോയിട്ട് 6 മാസമായി. എവിടെയാണ് എന്തോ ഒരു വിവരമില്ല. ഇപ്പോഴാണ് ശരിക്കും നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കാൻ തുടങ്ങിയത് അല്ലേ? ഇതേപോലെ തന്നെ ഒരു മോനും വീട്ടിലുണ്ട്. ഓനും വാപ്പാനെ കാണുന്നുണ്ട്. ഞാൻ വരുമൊക്കെ ചെയ്യാം, പക്ഷേ അതൊരു പരീക്ഷണത്തിനാവരുത്. ചെയ്തതൊക്കെ തെറ്റായി പോയത് വാപ്പ പോയപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. ഇനി അതൊക്കെ തിരുത്തി ഒന്നിൽ നിന്ന് തുടങ്ങണമെന്ന് മനസ്സ് പറയുന്നു. ഇപ്പൊ എവിടെ പോയിന്ന് അറിയാത്ത. വാപ്പ എവിടെയും പോയിട്ടില്ല. വാപ്പേ ഇവിടെ തന്നെ ഉണ്ട്. എന്നോടും ഷഹനോടും പറഞ്ഞിട്ടാ വാപ്പ പോയത്. നിങ്ങളെ വളർത്തി വഷളാക്കി എന്നുള്ള കുറ്റബോധം കൊണ്ടാ വാപ്പ ഈ ഒരു തീരുമാനം എടുത്തത്. എന്ന് നിങ്ങൾ എന്നെയും കുട്ടീനെയും കൊണ്ടോണോ അന്ന് വാപ്പ തിരിച്ചു വരുന്ന പറഞ്ഞിട്ടുള്ളത്. വല്യപ്പ ഇനി ഞാൻ നനയ്ക്കാം. വല്യപ്പ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ എന്തേ? വല്യപ്പ ശരിക്കും ഇത്ര കാലം എവിടെയായിരുന്നു? അതൊക്കെ ഒരു കഥേനൊട്ടി.